തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ മഹാക്ഷേത്രവും. ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാസമയത്ത് മമ്മിയൂരപ്പന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടുതന്നെ ഗുരുവായൂരപ്പന്റെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂരപ്പനെയും കൂടി തൊഴണമെന്നാണ് വിശ്വാസം. ക്ഷേത്ര ഐതിഹ്യം: ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രളയശേഷം ഉദ്ധവർ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കുന്നു. ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു നടക്കുമ്പോൾ യാത്രാമധ്യേ ഭാർഗവ ക്ഷേത്രത്തിലൊരിടത്ത് എത്തിയപ്പോൾ പാർവതീ പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം കാണുവാനിടയായി. മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതുതന്നെ എന്ന് തിരിച്ചറിഞ്ഞ ഗുരുവും വായുവും പാർവതീ പരമേശ്വരന്മാരുടെ അനുമതിയോടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനുമായി മാറി. ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതീ പരമേശ്വരന്മാർ ശക്തി പഞ്ചാക്ഷരി ധ്യാന രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു. അതിനാൽ ഗുരുവായൂരിൽ പോകുന്ന ഭക്തർ മമ്മിയൂരിലും പോയാലേ ദർശനം പൂർണ്ണമാകൂ. ഇതിനു കഴിയാത്തവർ ശ്രീ ഭഗവതി നടയിൽ തൊഴുത് പ്രദക്ഷിണം വച്ച ശേഷം ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്കു പടിഞ്ഞാറു ഭാഗത്തേക്ക് നോക്കി തൊഴുതാൽ മമ്മിയൂരിൽ ദർശനം നടത്തിയ പുണ്യം കൈവരുമെന്നാണ് വിശ്വാസം. സാധാരണ ഒരു ഗ്രാമീണ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ളത്. കാര്യമായ ആർഭാടങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. 3 ഏക്കറോളം വരുന്ന ക്ഷേത്രവളപ്പാണ് മമ്മിയൂരിലേത്. കിഴക്കേ നടയിൽ പ്രധാന വഴിയുടെ സമീപത്തു തന്നെ 2 നിലകളുള്ള ഗോപുരം പണിതിട്ടുണ്ട്. ഗോപുരത്തിനടുത്ത് തന്നെ ഒരു ഗണപതി പ്രതിഷ്ഠയും കാണാം. ഈ ഗണപതിയെ തൊഴുതു വേണം ഭക്തർ ശിവനെ തൊഴാൻ പോകേണ്ടത്. ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം ഒരു വലിയ ആൽമരം കാണാം. കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ ക്ഷേത്രത്തിൽ കൊടിമരവുമില്ല. ശിവന്റെയും വിഷ്ണുവിൻ്റെയും നടകൾക്കൊന്നിച്ച് നടപ്പുര പണിതിട്ടുണ്ട്. ഈ നടപ്പുരയിലാണ് പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത്. 2 നടകളിലും വലിയ ബലിക്കല്ലുകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ 2 വിഗ്രഹങ്ങളും നന്നായി കാണുവാൻ സാധിക്കും. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ചതുരാകൃതിയിൽ 2 നിലയിൽ പണിതീർത്ത സൗധങ്ങളാണ് ഇവിടെയുള്ള മുഖ്യ ശ്രീകോവിലുകൾ. മുഖമണ്ഡപത്തോടു കൂടിയ ഈ ശ്രീകോവിലുകളുടെ പുറം ചുവരുകൾ ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലുകളുടെ 2 നിലകളും ചെമ്പുമേഞ്ഞ് മുകളിൽ സ്വർണ്ണ താഴികക്കുടങ്ങൾ സ്ഥാപിച്ചു കാണാം. 2 ശ്രീകോവിലുകൾക്കും 3 മുറികൾ വീതമുണ്ട്. 2ഇടത്തും പടിഞ്ഞാറേ അറ്റത്താണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗർഭഗൃഹങ്ങൾ. 2 അടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗവും 4 അടി ഉയരം വരുന്ന ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹവുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യഥാക്രമം തെക്കും വടക്കുമുള്ള ശ്രീകോവിലുകളിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും മഹാവിഷ്ണുവും കുടികൊള്ളുന്നു. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ 3/4 ഭാഗവും മറിഞ്ഞിരിക്കുന്നുണ്ടാകും. വിഷ്ണു വിഗ്രഹമാണെങ്കിൽ ചന്ദനം ചാർത്തി പീതാംബരം ചുറ്റി സർവാഭരണങ്ങളുടെ പ്രഭയോടെ വിളങ്ങുന്നു. ചതുർബാഹുവായ ഭഗവാൻ തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഉദയാസ്തമന പൂജ, കൂവളമാല, പിൻവിളക്ക്, ധാര, ശംഖാഭിഷേകം, ഉമാ മഹേശ്വര പൂജ തുടങ്ങിയവയാണ് മമ്മിയൂരപ്പൻ്റെ പ്രധാന വഴിപാടുകൾ. ഗുരുവായൂരപ്പ പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിച്ച പരമശിവൻ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചപ്പോൾ വിഷ്ണുവും അവിടെ കുടികൊണ്ടുവെന്നും തന്മൂലം ഈ പ്രതിഷ്ഠ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നും വിശ്വസിച്ചു വരുന്നു. പാൽപായസം, അപ്പം, അട, വെണ്ണ, കദളിപ്പഴം, തുളസിമാല, പുരുഷ സൂക്താർച്ചന തുടങ്ങിയവയാണ് വിഷ്ണു ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിൽ ശിവന്റെയും വിഷ്ണുവിൻ്റെയും നടകൾക്ക് മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപങ്ങൾ പണിതിട്ടുണ്ട്. ശ്രീകോവിലുകളെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. 2 ശ്രീകോവിലുകളും ഉൾക്കൊള്ളാൻ പാകത്തിനാണ് നാലമ്പലത്തിന്റെ നിർമ്മാണം. ശിവന്റെയും വിഷ്ണുവിന്റെയും നടകളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്കിരുവശവും വലിയ വാതിൽ മാടങ്ങൾ കാണാം.
ഇവയിൽ ഹോമങ്ങളും വാദ്യമേളങ്ങളും നടത്തുന്നു. തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്കു കിഴക്കേ മൂലയിൽ കിണറും പണിതിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ 3 അടി ഉയരമുള്ള പ്രതിഷ്ഠയുണ്ട്. പടിഞ്ഞാറേ നടയിൽ പ്രധാന ശ്രീകോവിലുകൾക്കിടയിൽ മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ബാലസുബ്രഹ്മണ്യ രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം. ഉദ്ദേശം 4 അടിയോളം ഉയരം വരും വിഗ്രഹത്തിന്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ മറ്റൊരു ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ അയ്യപ്പസ്വാമിക്ക്. ഏകദേശം 1.5 അടി ഉയരമുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ പാർവതീ സമേതനായ പരമശിവൻ പുത്രന്മാരായ ഗണപതിക്കും സുബ്രഹ്മണ്യനും അയ്യപ്പനുമൊപ്പം വാഴുന്ന ഈ പുണ്യക്ഷേത്രം കൈലാസത്തിന് തുല്യമാകുന്നു. ശ്രീകോവിലിന്റെ പുറകിൽ പടിഞ്ഞാറു ഭാഗത്ത് മഹാദേവി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഭഗവതിക്ക് വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠയില്ല. എന്നാൽ ശിവഭഗവാന്റെ സങ്കല്പം പാർവതീ സമേത ഭാവമായതിനാൽ ഇവിടെ ദേവിയുടെ ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട്. ഇവിടെ ദേവിയുടെ ഒരു ചുമർ ചിത്രവും കിടാവിളക്കുമാണുള്ളത്. വിളക്കിൽ എണ്ണയൊഴിക്കുന്നതാണ് ദേവിയുടെ പ്രധാന വഴിപാട്. ഇഷ്ടവരദായിനിയും മംഗല്യദായിനിയുമാണ് ദേവി എന്നാണ് ഭക്തജന വിശ്വാസം. ചുറ്റമ്പല പ്രദക്ഷിണം ചെയ്യുമ്പോൾ തെക്കു പടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേകം തീർത്ത തറയിൽ ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. വടക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ അത്യുഗ്രദേവതയായ ഭദ്രകാളി കുടികൊള്ളുന്നു. വനദുർഗാ സങ്കല്പത്തോടു കൂടിയ ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. 4 അടിയോളം ഉയരമുള്ള ശിലാപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പൂമൂടൽ, മുട്ടറുക്കൽ, ഗുരുതി, പട്ടും താലിയും ചാർത്തൽ, ശത്രുദോഷ പരിഹാര പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവയാണ് ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ. ഭദ്രകാളിയുടെ ശ്രീകോവിലിനടുത്തു തന്നെയാണ് ചെറു രക്ഷസിന്റെയും പ്രതിഷ്ഠ. ഇതിനടുത്തുള്ള തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യകയും ചിത്രകൂടവും പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. ആൽമരത്തിന്റെ തണലിൽ വിരാജിക്കുന്ന നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതാണ് പ്രധാന വഴിപാട്. പുറ്റും മുട്ടയും, ആയില്യപൂജ, പാൽപായസം എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ. നിത്യേന 3 പൂജകളുള്ള ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് ശംഖനാദത്തോടെ ഭഗവാന്മാരെ പള്ളിയുണർത്തി 4:30 നട തുറക്കുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം 12:30 നടയടയ്ക്കുന്നത്. വൈകിട്ട് 4:30 വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തി 7:30 അത്താഴപൂജയും നടത്തി 8:30 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ തന്ത്രാവകാശം പുഴക്കര ചേന്നാസ് നമ്പൂതിരിക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 700 മീറ്റർ ദൂരം മാത്രമാണ് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കുള്ളത്. ഗുരുവായൂർ കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ വടക്കു പടിഞ്ഞാറു ഭാഗത്തായാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ.